Hello, good morning all. Today we are going to discuss about the topic capital structure and theories of capital structure. നമ്മൾ ഇന്ന് ഈ പ്രസൻറ്റേഷനിലൂടെ പറയാൻ പോകുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതും അതിൻ്റെ തിയറീസും ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ക്യാപിറ്റൽ സ്ട്രക്ചർ. It is a proportion of debt and equity in the total capital of a company. Capitalization means the total amount of securities issued by a company. സിംപ്ലി പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫേമിൻ്റെ ഡെപ്റ്റും ആൻഡ് ഇക്വിറ്റി ഇതിൻ്റെ കോമ്പിനേഷനെയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുക. അതായത് ഏതൊരു ഫേമും അവിടെ എത്ര ക്യാപിറ്റൽ സ്ട്രക്ചർ, അതായത് ഏത് രീതിയിൽ ഡെപ്റ്റ് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇക്വിറ്റി ഓഫ് ക്യാപിറ്റൽ എത്ര ഇഷ്യൂ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു ഫേം, ഒരു കമ്പനി എന്ത് ചെയ്യും, ഡിസൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ഇൻ ദി ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി, ഇതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ സിംപ്ലി ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. ദെൻ ഫിനാൻഷ്യൽ സ്ട്രക്ചർ ഉണ്ട്. ഇറ്റ് മീൻസ് ടോട്ടൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്, അതായത് അസറ്റ് സൈഡിനെയാണ് പറയുന്നത്. ദെൻ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഒരു കമ്പനി അതിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഫിക്സ് ചെയ്യുന്ന സമയത്ത് തുടങ്ങിയ ഫാക്ടേഴ്സൊക്കെ അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. മെയിൻലി ഇൻറ്റേർണൽ ഫാക്ടറും എക്സ്റ്റേണൽ ഫാക്ടറുമാണ്. അപ്പോൾ ഒരു കമ്പനി അതിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഫിക്സ് ചെയ്യുന്ന ടൈമിൽ ഒരുപാട് കാര്യങ്ങൾ അത് എന്താ പറയുക, ഒരു കമ്പനി ഷെയർ ഹോൾഡേഴ്സുമായിട്ടും അവിടുത്തെ എംപ്ലോയീസുമായിട്ടും ഡിസ്കസ് ചെയ്യും. കാരണം ആ ഫേമിൻ്റെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വെച്ചിട്ടാണ് അവിടുത്തെ ഇക്വിറ്റിയും ഡെപ്റ്റും ഒക്കെ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് മെയിനായിട്ട് പറയുന്നത് പ്രോഫിറ്റബിലിറ്റിയാണ്. ഓക്കെ, ഒരു ഫേമിൻ്റെ പ്രോഫിറ്റ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നോക്കും. അതുപോലെ ലിക്വിഡിറ്റി, ഫ്ലെക്സിബിലിറ്റി, സൈസ് ഓഫ് ബിസിനസ്, നേച്ചർ ഓഫ് ബിസിനസ്, റെഗുലാരിറ്റി ഓഫ് ഇൻകം, ഡിസൈർ ടു റിട്ടെയിൻ കൺട്രോൾ, അസറ്റ് സ്ട്രക്ചർ. ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെയും ക്യാപിറ്റൽ സ്ട്രക്ചർ എന്തെയും നമ്മൾ ഫിക്സ് ചെയ്യുന്നത്, ഡിസൈഡ് ചെയ്യുന്നതിനെ എഫക്റ്റ് ചെയ്യും. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടീഷൻസ് ഇൻ ദി ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള കണ്ടീഷൻ, ബൂം, റെസഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ആറ്റിറ്റ്യൂഡ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്, കോസ്റ്റ് ഓഫ് ഫിനാൻസിങ്, ലീഗൽ റിക്വയർമെൻറ്റ്, ടാക്സേഷൻ പോളിസി. ഓക്കെ, അപ്പം സിംപ്ലി ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം അവിടെ എത്ര ഡെപ്റ്റ് അല്ലെങ്കിൽ എത്ര ഇക്വിറ്റി ഹോൾഡ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ, അതിൻ്റെ ഒരു മിക്സ്ചറാണ്, മിക്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. അതിനാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുക. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് തിയറീസ് ആണ്. ഓക്കെ, തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ദർ ആർ മെയിൻലി 4 തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ പറയുന്നത് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി കോമ്പിനേഷനാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മിക്സ് ആണ്. അപ്പോൾ ഈ ഒരു ഡെപ്റ്റിൻ്റെയും ഇക്വിറ്റിൻ്റെയും കോമ്പിനേഷനും അതിൻ്റെ മിക്സും ഒരു ഫേമിൻ്റെ വാല്യൂവിനെ എത്രമാത്രം എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ, വാല്യൂ ഓഫ് ദി ഫേമിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഈ തിയറീസിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. മെയിൻലി 4 ടൈപ്പ് ഓഫ് തിയറീസ് ഉണ്ട്. നെറ്റ് ഇൻകം തിയറി, ഫസ്റ്റ് വൺ, ആൻഡ് സെക്കൻഡ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി, ആൻഡ് തേർഡ് ട്രഡീഷണൽ തിയറി, 4 മോഡിഗ്ലിയാനി മില്ലർ. Okay, so first one is net income theory. Net income theory was introduced by David Duran. According to this theory, a firm can increase its value and reduce overall cost of capital by increasing debt in the capital structure. അതായത് നെറ്റ് ഇൻകം തിയറി ഡെവലപ്പ് ചെയ്തത് ഡേവിഡ് ഡ്യൂറൻ്റ് ആണ്. ഈ തിയറിയിൽ പറയുന്നത് ഒരു ഫേമിലെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ആ ഫേമിൻ്റെ വാല്യൂ കൂടുന്നതിനും അതുപോലെ തന്നെ ആ ഫേമിലെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുന്നതിനും കാരണമാവും എന്നാണ് പറയുന്നത്. ഒരു ഫേമിൻ്റെ, അതായത് ഒരു ഫേമിൻ്റെ ഉള്ള ഡെപ്റ്റ് നമ്മൾ കൂട്ടുകയാണെങ്കിൽ ആ ഫേമിൻ്റെ വാല്യൂ കൂടുന്നതിനും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുന്നതിനും കാരണമാവും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഈ ഡെപ്റ്റ് കൂട്ടുമ്പോൾ അതിൻ്റെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുന്നതിനുള്ള കാരണമാണ് താഴെ പറയുന്ന പോയിന്റ്. ഫസ്റ്റ് വൺ ഈസ് ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ലോവർ ദാൻ ഡിവിഡൻഡ് റേറ്റ്. സെക്കൻഡ് വൺ ഈസ് ഇൻട്രസ്റ്റ് ഈസ് എ ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ഫോർ ഇൻകം ടാക്സ് പേർപ്പസ്. അതായത് നമുക്കറിയാം ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഒരു ടാക്സ് ഡിഡക്റ്റബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ടാക്സ് ഡിഡക്ഷൻ കിട്ടുന്ന ഒരു സോഴ്സാണ് എന്ത്, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്. അപ്പോൾ സോ ആ ഒരു ബെനിഫിറ്റ് അതിന് കിട്ടും. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിവിഡൻഡ് റേറ്റിനേക്കാൾ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുന്നതിന് കാരണമാകുന്നത്. ഇതിനെ ഈ ഒരു നെറ്റ് ഇൻകം തിയറിനെ റെലവൻസ് തിയറി എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. കാരണം വിച്ച് എഫക്റ്റ് ദി വാല്യൂ ഓഫ് ദി ഫേമിൻ്റെ വാല്യൂവിനെ എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ റെലവൻസ് തിയറി എന്ന് പറയും. ആൻഡ് ഇതിലൊരു പോയിന്റും കൂടെ ഉണ്ട്, ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇതിൽ ഡേവിഡ് ഡ്യൂറൻ്റ് പറയുന്നത് ഇവിടെ ഒരു ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ട് എന്നാണ് പറയുന്നത്. So optimal capital structure is the point at which the overall cost of capital is minimum and the value of the firm is maximum. അതായത് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിനിമവും അതുപോലെ വാല്യൂ ഓഫ് ദി ഫേമും മാക്സിമം ആവുന്ന ആ ഒരു പോയിന്റിനെയാണ് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ.
Okay, so next point, net operating income theory ആണ്. This theory also was propounded by David Duran. According to NOI approach, capital structure does not affect value of the firm and overall cost of capital. That is, capital structure is irrelevant. The main argument of this approach is that an increase in the use of debt would lead to increase in the financial risk of shareholders. This will result in increase in the cost of equity capital. Thus, the benefit of use of debt is offset by increase in the cost of equity. അതായത് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളതും ഡേവിഡ് ഡൂറൻ്റെ ആണ്. സോ ഈ തിയറി ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് നെറ്റ് ഇൻകം തിയറി, നമ്മൾ മുന്നേ പഠിച്ച നെറ്റ് ഇൻകം തിയറിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി പറയുന്നത്. അതായത് ഇവിടെ പറയുന്നത് ഡെപ്റ്റിൻ്റെ പ്രൊപ്പോർഷന് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഫേമിൻ്റെ വാല്യൂവിനെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് NOI തിയറി പറയുന്നത്. നമ്മൾ NI തിയറിയിൽ പറഞ്ഞിരുന്നത് നമ്മൾ ഡെപ്റ്റ് കൂടുന്നതിനനുസരിച്ച് അത് വാല്യൂ ഓഫ് ദി ഫേമിനെ എഫക്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ NOI തിയറിയിൽ പറയുന്നത് എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇതിന് ഇർറെലവൻസ് തിയറി എന്നാണ് പറയുന്നത്, ബിക്കോസ് വിച്ച് ഡസ് നോട്ട് എഫക്റ്റ് വാല്യൂ ഓഫ് ദി ഫേം. പിന്നെ ഈ ഒരു തിയറിയിൽ പറയുന്നത് ഒരു ഫേമിൻ്റെ വാല്യൂ ബേസ് ചെയ്തിരിക്കും, ഒരു ഫേം അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ അതിൻ്റെ വാല്യൂ ബേസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഒരു ഫേമിൻ്റെ വാല്യൂ ബന്ധപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അനുസരിച്ചിട്ടായിരിക്കും എന്നാണ് ഈ തിയറിയിൽ ഡേവിഡ് ഡൂറൻ്റ് പറയുന്നത്. ഇവിടെ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ട്, അതായത് ഒരു ഫേമിൽ ഡെപ്റ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ, ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഡെപ്റ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, റിസ്ക് കൂടാനുള്ള ചാൻസ് ഉണ്ട്. സോ റിസ്ക് കൂടിയിട്ടുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് അവരെന്ത് ചെയ്യും, ഹയർ റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യും. റിസ്ക് കൂടിയാൽ റിട്ടേൺ ഹയർ കിട്ടണമല്ലോ. സോ അതുകൊണ്ട് തന്നെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ത് ചെയ്യും, അതിൻ്റെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കൂടും. സോ ഫേമിൻ്റെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടാൻ ഇത് കാരണമാവും. അതിലൂടെ ഫേമിൻ്റെ വാല്യൂ ഈ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുന്നതിലൂടെ ഫേമിൻ്റെ വാല്യൂ കുറയുന്നതിനും കാരണമാവുമെന്നാണ് പറയുന്നത്. സോ ഇവിടെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ ഫിക്സ്ഡ് ആവും. ഓക്കെ, സോ ഈ ഒരു തിയറിയിലൂടെ പറയുന്നത് ഡെപ്റ്റിലുണ്ടാവുന്ന ചേഞ്ചസ് ഫേമിൻ്റെ വാല്യൂവിനെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ആ ഒരു പോയിന്റ് ഇവിടെ ഇല്ല. ഓക്കെ, അതാണ് ഇതിൽ പറയുന്നത്. സോ തേർഡ് തിയറി ട്രഡീഷണൽ തിയറിയാണ്. This theory was propounded by Solomon Isra. This lies midway between the NI approach and the NOI approach. According to this approach, the effect of changes in the degree of leverage on the overall cost of capital and the value of the firm can be explained in the following 3 stages. അപ്പോൾ ട്രഡീഷണൽ തിയറി ഡെവലപ്പ് ചെയ്തത് സോളമൻ ഇസ്രയാണ്. ഇത് NI അപ്രോച്ചിൻ്റെയും അതുപോലെ NI തിയറിയുടെയും ഒരു മിഡ് വേ ആണെങ്കിൽ ഒരു മിഡ് പോയിന്റ് ആണ് ട്രഡീഷണൽ തിയറിയിൽ പറയുന്നത്. സോ NI അപ്രോച്ച് പോലെ തന്നെയാണ് ഇതിൽ പറയുന്നത്. അതായത് ഇതിൽ ഒരു 3 സ്റ്റേജസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് പറയുന്നത് നമ്മുടെ നെറ്റ് ഇൻകം തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതായത് use of debt in capital structure increases the value of the firm and decreases the overall cost of capital. It happens so because the cost of equity remains constant or rises slowly with the debt, but it does not offset the benefit of debt. അതായത് നമ്മൾ നെറ്റ് ഇൻകം തിയറിയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഡെപ്റ്റിൻ്റെ ഇൻക്രീസ് ഡെപ്റ്റിൻ്റെ ഒരു കമ്പനിയിൽ ഡെപ്റ്റിൻ്റെ യൂസേജ് കൂട്ടുകയാണെങ്കിൽ ആ ഫേമിൽ വാല്യൂ ഓഫ് ദി ഫേം കൂടുന്നതിനും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുന്നതിനും കാരണമാവുന്നതാണ് പറയുന്നത്. സെക്കൻഡ് സ്റ്റേജ് പറയുന്നത് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി പോലെയാണ്. ഇൻക്രീസിങ് ഡെപ്റ്റ് ബിയോണ്ട് എ പെർട്ടിക്കുലർ ലിമിറ്റ് ഹാസ് നോ എഫക്റ്റ് ഓൺ വാല്യൂ ഓഫ് ദി ഫേം ആൻഡ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. This happens because the increase in the cost of equity due to the increase in financial risk of shareholders completely offset the advantages using the cheaper debt. അതായത് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറിയിൽ പറഞ്ഞ പോലെ ഒരു സർട്ടൺ ലിമിറ്റിനപ്പുറം ഒരു നമ്മുടെ ഡെപ്റ്റിൻ്റെ ഇൻക്രീസ് കൂട്ടുകയാണെങ്കിൽ ഇത് വാല്യൂ ഓഫ് ദി ഫേമിനെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അതുപോലെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും വാല്യൂ ഓഫ് ദി ഫേമിനെയും എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറിയിൽ പറയുന്നത്. പിന്നെ തേർഡ് സ്റ്റേജിൽ further increase in debt in capital structure will reduce the value of the firm and increase overall cost of capital. This happens due to cost of equity rises due to increase in financial risk of shareholders, and B, the creditors will also raise the interest rate on account of high risk. അതായത് ഈ ഒരു തിയറിയിൽ പറയുന്നത് ഡെപ്റ്റിൻ്റെ ഇൻക്രീസ് ഒരു സർട്ടൺ ലിമിറ്റിനെ പരിധി വിട്ടിട്ട് അപ്പുറത്തേക്ക് ബിയോണ്ട് എ സർട്ടൺ ലിമിറ്റ് പോവുകയാണെങ്കിൽ അവിടെ അത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുന്നതിനും ഫേമിൻ്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്നതിനും കാരണമാവുമെന്നാണ് പറയുന്നത്. ഓക്കെ,
Okay, then last theory ആണ് theory, Modigliani and Millen theory. Franco Modigliani and Merton Miller developed a capital structure theory in 1958. This theory is identical with the NOI theory in the absence of corporate tax, and it is identical with the NI theory in the presence of tax. So, ഫ്രാങ്കോ മോഡിഗ്ലിയാനി ആൻഡ് മേർട്ടൺ മില്ലറാണ് തിയറി ഡെവലപ്പ് ചെയ്തത് 1958. ഈ തിയറിയിൽ മെയിൻലി രണ്ട് അസംഷൻ ആണുള്ളത്. ഒന്ന് പ്രസൻസ് ഓഫ് കോർപ്പറേറ്റ് ടാക്സും ആൻഡ് ആബ്സെൻസ് ഓഫ് കോർപ്പറേറ്റ് ടാക്സ്. അതിൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് കോർപ്പറേറ്റ് ടാക്സ് നമ്മൾ പറയുന്നത് ഇറലവൻസ് തിയറിയാണ്. അതായത് നമ്മൾ പറഞ്ഞ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി. A firm's total value and overall cost of capital will be same at all degree of financial leverage. In the opinion of Modigliani and Millen, two identical firms in all aspects except their capital structure cannot have a different market value or cost of capital. This happens because of arbitrage process. അതായത് ഈ ഒരു തിയറിയിൽ പറയുന്നത് ക്യാപിറ്റൽ ഒരു ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ടല്ലോ, അതിൻ്റെ വാല്യൂ ഓഫ് ദി ഫേമിനെ അഫക്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. അതായത് ഒരു ഫേമിലുള്ള നമ്മൾ ഡെപ്റ്റ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു ഫേമിലെ ക്യാപിറ്റൽ സ്ട്രക്ചറിലുള്ള ഡെപ്റ്റ് നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫേമിൻ്റെ വാല്യൂ ഓഫ് ദി ഫേമിനെ അഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇറലവൻസ് തിയറി പോലെ തന്നെ, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി പോലെ തന്നെ. ഇതിന് മെയിനായിട്ട് കൊടുത്ത അസംഷൻസ് ആണ്: ദർ ഇസ് എ പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ്, ദ ബിസിനസ് റിസ്ക് ഓഫ് ഓൾ ഫേംസ് ആർ ഹോമോജീനിയസ് ആണ്, ദർ ആർ നോ ടാക്സസ്, ദർ ഇസ് നോ ട്രാൻസാക്ഷൻ കോസ്റ്റ്, ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ആർ റേഷണൽ, ദർ ആർ നോ retained earnings. All the investors anticipate the same percentage of firm's EBIT. Investors are free to buy and sell security. Okay. The next main assumption ആണ് ഇൻ ദ പ്രസൻസ് ഓഫ് ടാക്സ്. അതായത് കോർപ്പറേറ്റ് ടാക്സ് പ്രസൻ്റ് ആണെങ്കിൽ, അതായത് റെലവൻസ് തിയറിയാണ്, നെറ്റ് ഇൻകം തിയറിയാണ്. Modigliani Millen theory published a paper in 1963 in which they had withdrawn the assumptions that there are no corporate taxes. Interest on debt is deductible expense of tax purpose, but dividend is not deductible. This, in the presence of tax, the overall cost of capital of the leveraged firm will be lower than that of an unleveraged firm. അതായത് ഈ തിയറിയിൽ പറയുന്നത് ഒരു ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ, അതായത് ഒരു ഫേമിലെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ് നമ്മൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഫേമിൻ്റെ വാല്യൂ ഓഫ് ദി ഫേമിനെ അഫക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. നമ്മൾ നെറ്റ് ഇൻകം തിയറിയിൽ പറഞ്ഞ പോലെ തന്നെ വാല്യൂ ഓഫ് ദി ഫേമിനെ അഫക്റ്റ് ചെയ്യും. ഇവിടെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റ് ഓൺ ഡെപ്റ്റ് ഈസ് ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആണ്. നമുക്കറിയാം ഇൻകം ടാക്സിൽ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഡക്റ്റബിൾ ആണ്. ബട്ട് ഡിവിഡൻഡ് ഈസ് നോട്ട് ഡിഡക്റ്റബിൾ ഇൻ ഇൻകം ടാക്സ് പർപ്പസ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബെനിഫിറ്റ് അതിന് കിട്ടും എന്നുള്ളതാണ്. സോ നമുക്ക് പറയാൻ പറ്റും അത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് ദി ലിവറേജ്ഡ് ഫേം വിൽ ബി ലോവർ ദാൻ ദാറ്റ് ഓഫ് ആൻ അൺലിവറേജ്ഡ് ഫേം. അതായത് ഒരു ലിവറേജ്ഡ് ആയിട്ടുള്ള ഫേമിലുള്ള ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വിൽ ബി ലോവർ ദാൻ ദാറ്റ് ഓഫ് ആൻ അൺലിവറേജ്ഡ് ഫേം. ഓക്കെ എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് വാട്ട് ഈസ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ളതും അതിൻ്റെ തിയറീസ് ആണ്. Theories: net income theory, net operating income theory, traditional theory, and Modigliani Millen theory. So, okay, that's all my topic. Thank you.